ഒരിക്കലും ഒരു മാത്തമാറ്റീഷ്യന്റെ ഡിമാൻഡ് കുറയും. ഇപ്പൊ നമ്മൾ മാത്സ് നമ്മൾ MSc ചെയ്യാൻ ഒരു നല്ല രീതിയിൽ MSc ചെയ്ത് പാസ്സാവുന്നുണ്ടെങ്കിൽ നമുക്കൊരു അബ്സ്ട്രാക്ട് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിസിക്സിലായാലും കെമിസ്ട്രി ആയാലും ശരി, നമുക്ക് എക്സ്പെരിമെന്റ് കൺമുന്നേ കാണാൻ പറ്റും. അപ് ടു എ ലെവൽ. ഇപ്പൊ നമുക്ക് ക്വാണ്ടം ഫിസിക്സ് കാണാൻ പറ്റുന്നതല്ല പറയുന്നത്. അപ് ടു എ ലെവൽ ഗ്രാവിറ്റി ആണെങ്കിലും അങ്ങനത്തെ മറ്റേ പെൻഡുലം സ്വിങ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആണെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പക്ഷെ മാത്സിൽ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല, ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാം. അപ്പോ ആ ഒരു അബ്സ്ട്രാക്ട്നെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ടെസ്റ്റിമോണിയാണ് നമ്മുടെ MSc ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അബ്സ്ട്രാക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ, എന്റെ കൂടെ പഠിച്ച എത്രയോ ഫ്രണ്ട്സ് ഇപ്പൊ IT കമ്പനീസിലാണ്. ഡൂയിങ് എ മാത്തമാറ്റീഷ്യൻസ് ജോബ്. അവിടെ പോയിട്ട് ആൽഗോരിതം ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അവർ ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ അല്ലെങ്കിൽ IITs, ഇവര് ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസിലും പോയിട്ട് മാത്സ് ഗ്രാജുവേഷനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ആർ ഹാൻഡ്സംലി പെയ്ഡ്. ഇഫ് യു വാണ്ട്, ഫോർ എക്സാമ്പിൾ, ഇതിൽ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. AI നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ചെയ്യാൻ നമുക്ക് ഇഷ്ടംപോലെ മാത്തമാറ്റിക്കൽ നോളജ് വേണം. ആ ഒരു മാത്തമാറ്റിക്കൽ തിങ്കിങ് എബിലിറ്റി വേണം. അതേപോലെ IBM അല്ലെങ്കിൽ ഗൂഗിൾ പോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ തിങ്ക് ടാങ്കിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ തിങ്ക് ടാങ്ക് എന്നൊരു അതിലേക്ക് നമുക്ക് ജോബ് കിട്ടി പോകാൻ പറ്റും. സോ മാത്സ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു സോ ദാറ്റ് ഈസ് ഹെവിലി ഔട്ട്ഡേറ്റഡ്. അതൊരു 40 കൊല്ലം അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുന്നേ അങ്ങനെയായിരുന്നു. മാത്സ് പഠിക്കുകയാണെങ്കിൽ ടീച്ചിങ്ങേ പറ്റുള്ളൂ, അല്ലാതൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ മാത്തമാറ്റീഷ്യൻസിനെ ആരൊക്കെയാ റിക്രൂട്ട് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഹാവ് സം 20 ഡിഫറെന്റ് ആൻസേഴ്സ്. സോ ഒരിക്കലും ഒരു മാത്തമാറ്റീഷ്യന്റെ ഡിമാൻഡ് കുറയില്ല. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ പുള്ളി HRIയിൽ പോസ്റ്റ് ഡോക്ക് ചെയ്യാണ്. സോ ഹി ഡിഡ് ഹിസ് PhD ഫ്രം കേംബ്രിഡ്ജ്. സോ അവിടെ കഴിഞ്ഞിട്ട് ഹി ഡിഡ് സം വർക്ക് ഇൻ സം സ്റ്റോക്ക് കമ്പനി. ഏതോ മറ്റേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതോ ഒരു കമ്പനിയിൽ പുള്ളി പോയി. സോ ദീസ് പീപ്പിൾ ഡയറക്ട്ലി റിക്രൂട്ട് PhD സ്റ്റുഡൻസ് ഫ്രം കേംബ്രിഡ്ജ്, ഹാർവേഡ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഡയറക്ട്ലി PhD ചെയ്യുന്നവരെ പോലും ഇവർ റിക്രൂട്ട് ചെയ്തിട്ട് മറ്റേ ഡാറ്റ അനലിറ്റിക്സ് ആയാലും ശരി, മറ്റേ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് ഒരു മോഡൽ കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം ഏതൊക്കെ സ്റ്റോക്ക് ആണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് അപ് ടു വാട്ട് പ്രോബിലിറ്റി. അങ്ങനത്തെ നോട്ട് ആ ഒരു എൻട്രി ലെവൽ പൊസിഷനിലേക്കല്ല. സോ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് റിക്രൂട്ട് ചെയ്തത്. അതിനനുസരിച്ചുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്സും കിട്ടും. സാലറി ആണെങ്കിലും ശരി, അതർ ബെനിഫിറ്റ്സ് ആണെങ്കിലും ശരി.